കാര്യം ഇപ്പോൾ ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ SFIയും DYFIയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ SFIയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ പ്രവർത്തകരോ ആരെങ്കിലും ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പിടിക്കപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഭാവിയിലുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ സ്വീകരിച്ചാൽ പുതിയ നേതൃത്വത്തിന്റെ ഒരു നിലപാടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സംഘടനയിൽ സ്ഥാനമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയ സംഘടനയുമല്ല. ഞങ്ങളൊരു വലിയ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി ഞങ്ങളുടെ കൊടികളിൽ എഴുതിയ മുദ്രാവാക്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങളുടെ മുദ്രാവാക്യം വളരെ വലുതാണ്. അപ്പോൾ ആ നിലയിലൊക്കെ പ്രവർത്തിക്കേണ്ട ആളുകളിൽ നിന്ന് അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവണത എന്ന് ഞാൻ കരുതുന്നേയില്ല. അങ്ങനെ ഉണ്ടാവില്ല. ഭാവിയെ മുൻനിർത്തിയാണ് നിങ്ങൾ ചോദിച്ചത്. ഉണ്ടാവില്ല എന്ന് ഞാൻ ഭാവിയെ മുൻനിർത്തി തന്നെ ഉത്തരം പറയുന്നു. SFIക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ SFI ശക്തിയുള്ള ക്യാമ്പസുകളിൽ മറ്റൊരു സ്ഥാനമില്ല എന്ന് സഞ്ജീവന്റെ വാക്കുകളാണ്. അപ്പോൾ SFIയെ ക്യാമ്പസുകൾ തകർക്കാൻ വേണ്ടി പ്രതിപക്ഷം ഇങ്ങനെ പറയുന്നത് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം SFIയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കവുമുണ്ട്. അത് ഇപ്പോഴും ആവർത്തിക്കപ്പെടുകയാണ്. എൻ്റെ വാക്കുകൾ വളച്ചൊടുക്കരുത്. അരാജക വർഗീയ സംഘടനകൾ അവർക്ക് സ്ഥാനമില്ല. അത് ഞാൻ ആവർത്തിക്കുന്നു. ആ നിലപാടിൽ നിന്ന് പുറകോട്ടുമില്ല. അരാജക വർഗീയ സംഘടനകൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്ഥാനമില്ല. സ്ഥാനമുള്ള ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലുണ്ട്. നിങ്ങൾ അവിടെ പരിശോധിക്കണം. ഇപ്പോൾ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് SFIയുടെ വിദ്യാർത്ഥികൾക്ക് മുകളിലൂടെ വണ്ടി ഓടിച്ചാണ് കയറ്റിയത്. അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വണ്ടി. നിങ്ങൾ കേരളത്തിലൊക്കെയാണ് എന്തായിരിക്കും സംഭവിക്കുക? ആരെങ്കിലും ചർച്ച ചെയ്തോ? SFIയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ്റെ മുകളിലൂടെ വണ്ടി ഓടിച്ച് കയറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അരാജക ഭീഷണിയും ജനാധിപത്യ വിരുദ്ധതയും ഒക്കെ കേരളത്തിൻ്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം ഇല്ലാത്തിടങ്ങളിലുണ്ട്. അവിടങ്ങളിൽ നടമാടുന്നത് ഈ വർഗീയ അരാജക പ്രവർത്തനങ്ങളാണ്. അത് പ്രത്യേകമായി കാണേണ്ടത് ഇപ്പോൾ രാജ്യത്തെ NIT, IIT, IIM ഇവിടുത്തെ ആത്മഹത്യ എത്രയാണ്? ആരാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത്? എപ്പോഴാണ് നമ്മൾ അതിലേക്കൊന്ന് നോക്കിയിട്ടുള്ളത്? വിദ്യാർത്ഥികൾ മാസത്തിലൊരു ആത്മഹത്യ ഇന്ത്യയിലെ ഓരോ IITയിലോ IIMലോ NITയിലോ നടക്കുന്നുണ്ട്. എന്താ കാരണം? അവിടെയൊന്നും ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു തരിമ്പില്ലാന്നേ. സവർണബോധം, പൂർണ്ണമായും മതവർഗീയത. ആരൊക്കെയാണ് ഇതൊക്കെ പ്രകടിപ്പിക്കുന്നത്? അവിടുത്തെ പ്രൊഫസേഴ്സ്, അധ്യാപകർ. അപ്പോൾ ഇവരൊക്കെ അത് പ്രകടിപ്പിക്കുന്ന തരത്തിലേക്ക് രാജ്യം തന്നെ അത്രമേൽ സങ്കീർണമായിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കാണേണ്ടത്, ഞങ്ങളങ്ങനെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. വർഗീയ അരാജക സംഘങ്ങൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്ഥാനമില്ല.